ബുർജ് ഖലീഫ ഡൗൺ ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് വരുന്നത് ബുർജ് ഖലീഫയ്ക്ക് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ് ആണ്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ ഒരു 3 മിനിറ്റ് ഡിസ്റ്റൻസിൽ. ദുബായിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം ബിസിനസ് ബേ ആസ് എ ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. അപ്പൊ ഈ പ്രൊജക്ടിന്റെ പേര് ഡൗൺ ടൗൺ റെസിഡൻസ് ബൈ ദയാർ. അപ്പൊ ദയാർ ആണ് ഇതിന്റെ ഡെവലപ്പർ. ഞാൻ ആദ്യം ദയാറിനെ പറ്റി പറയാം. ഇറ്റ്സ് എ സെമി ഗവൺമെന്റ് ഡെവലപ്പർ ഫൗണ്ടഡ് ഇൻ 2002. അത് മാത്രമല്ല 2007 തൊട്ട് പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനിയാണ്. എക്രോസ് UAE ഇവർക്ക് ഒരുപാട് സക്സസ്ഫുൾ പ്രൊജക്ടുകൾ ഉണ്ട്. ഇപ്പോ ദുബായ് സൗത്തില് എലി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട്, ഒരുപാട് മലയാളികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുബായ് മാരിടൈം സിറ്റി വൺ ഓഫ് ദ ബൂമിംഗ് ലൊക്കേഷൻ ആണ്. അവിടെ മക്കാസ എന്ന് പറഞ്ഞ പ്രൊജക്ട് വരുന്നുണ്ട്. പിന്നെ ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, മിഡ് ടൗൺ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രൊജക്ട് കൂടി അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പാർക്ക് 5. ദെൻ ഉമൽ കൊയിലും അബുദാബിയിലും ഒക്കെ ഇവർക്ക് പ്രൊജക്ടുകളുണ്ട്. അപ്പൊ എക്രോസ് UAE നല്ല പ്രൊജക്ടുകളുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ഡെവലപ്പർ ആണ് ദയാർ. ഇനി നമുക്ക് ഇവരുടെ ഈ ഒരു പ്രൊജക്ട് നോക്കാം. ഡൗൺ ടൗൺ റെസിഡൻസ് 2029 ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആവുന്നത്. അതോടുകൂടി ഈ ഒരു ബിൽഡിംഗ് ദുബായിൽ തന്നെ 6th ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് മാറാൻ പോവാണ്. മൊത്തം 110 ഫ്ലോർസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ ഒരുപാട് യൂണിറ്റ്സ് ഇതിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ എന്ന്. പക്ഷെ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ആകെ 432 റെസിഡൻഷ്യൽ യൂണിറ്റ്സ് മാത്രമാണ് ഈ 110 ഫ്ലോർസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഒരു ഇൻവെസ്റ്റർ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് എക്സ്ക്ലൂസിവിറ്റി. അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു റോയൽ പാലസ് വരുന്നുണ്ട്, 13 പെന്റ് ഹൗസസ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് 76 ഡ്യൂപ്ലക്സസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാലും ഒരു 500-520 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് യൂണിറ്റ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ സ്പേസും ഇവർ കൊടുത്തിരിക്കുന്നത് അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ്. വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസ് ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഫാമിലീസിനും കിഡ്സിനും വേണ്ട എല്ലാ തരത്തിലുള്ള അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. ഒരുപാട് അമ്യൂണിറ്റീസ് ഈ ഒരു പ്രൊജക്റ്റിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് 76,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ കംപ്ലീഷൻ വരുന്നത് 2029 ആണ്. അപ്പൊ 4 വർഷമാണ് ഈ ഒരു എൻറ്റയർ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ആകാനായിട്ട് എടുക്കുന്നത്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ദുബായിലെ തന്നെ 6th ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് അതിൽ വരുന്നത്. 110 ഫ്ലോർസിൽ വെറും 432 യൂണിറ്റ്സ് ആണ്. പ്രൈം ആയിട്ടുള്ള ലൊക്കേഷൻ, ബിസിനസ് ബേ മെട്രോ സ്റ്റേഷന് വെറും 3 മിനിറ്റ് ഡിസ്റ്റൻസിൽ. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ബുർജ് ഖലീഫ വ്യൂവും കിട്ടുന്നുണ്ട്. ഇനി 4 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞല്ലോ, അതിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇതിന്റെ പേയ്മെന്റ് പ്ലാൻ 50-50. അതായത് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടിയുടെ പകുതി വില മാത്രം നമ്മൾ ഈ 4 വർഷം കൊണ്ട് കൊടുത്തു തീർത്താൽ മതി, അതും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് അത്രയും റിസ്ക് ഇവിടെ കുറവാണ്. ഇനീഷ്യൽ ബുക്കിങ്ങിന് നമുക്ക് 10% മാത്രമാണ് കൊടുക്കേണ്ടി വരുന്നത്. സാധാരണ ഡെവലപ്പേഴ്സ് ഒക്കെ 20% ചോദിക്കുന്നിടത്ത് ഇവിടെ 10% ആണ് നമ്മൾ ഇനീഷ്യൽ ബുക്കിങ്ങിന് കൊടുക്കുക. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് നവംബർ 2025 അതൊരു 10%. ദെൻ അടുത്ത ഇൻസ്റ്റാൾമെന്റ് 2026 ഏപ്രിലിൽ 5% കൊടുക്കുക. പിന്നെ നമുക്ക് 2026 ഒക്ടോബറിൽ തന്നെയാണ് അടുത്ത പേയ്മെന്റ് വരുന്നത്, അത് 5%. അപ്പൊ 26 നമുക്ക് 5% മാത്രമാണ് വരുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് 2027 വീണ്ടും ഏപ്രിലാണ് 5% വരുന്നത്. പിന്നെ ഒക്ടോബറിൽ അടുത്ത 5% വരുന്നു. അതായത് 2026 27 നമ്മൾ 10% വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ 2028 ഇതുപോലെ ഏപ്രിലും ഒക്ടോബറിലും ആയിട്ട് 5% വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. ദെൻ 2029 ഇതിന്റെ ഹാൻഡ് ഓവർ വരുന്നത്. ആ ടൈമിൽ 50% ആണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഹാൻഡ് ഓവറിന്റെ ടൈമിൽ. പക്ഷെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മോർഗേജിന് കിട്ടും. ദുബായിലുള്ളവർക്കും ദുബായ്ക്ക് പുറത്തുള്ളവർക്കും തന്നെ ഈ ഒരു അവസരത്തിൽ മോർഗേജിന് ഇടാവുന്നേ ഉള്ളൂ. നമുക്ക് 20 to 30 ഇയേഴ്സ് വരെ മോർഗേജിന് ഇടാം. ആ ടൈമിൽ നമുക്ക് റെന്റൽസും കിട്ടിത്തുടങ്ങും. അപ്പൊ നമ്മുടെ ഡെവലപ്പർ എന്താന്ന് കണ്ടു, സെമി ഗവൺമെന്റ് ഡെവലപ്പർ ആണ്. എക്രോസ് UAE അവർക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. പിന്നെ അവർക്ക് പ്രോപ്പർട്ടി സെയിൽ മാത്രമല്ല അസറ്റ് മാനേജ്മെന്റും ഫെസിലിറ്റി മാനേജ്മെന്റും അങ്ങനെ ഒരുപാട് മേഖലകളിലും അവർ ഇൻവോൾവ് ആണ്. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം ലൊക്കേഷൻ ആണ്. ബിസിനസ് ബേ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഈ പ്ലോട്ട് വരുന്നത്. നമുക്കറിയാം ഇപ്പൊ ദുബായിൽ റെഡ് ഗ്രീൻ ലൈൻ മാത്രമാണ് മെട്രോയ്ക്ക് ഉള്ളത്. പക്ഷെ ബ്ലൂ ലൈൻ ഓൾറെഡി ലോഞ്ച് ചെയ്തു. 2029 അത് കംപ്ലീറ്റ് ആവും. വേറെ മെട്രോ എക്സ്പാൻഷൻസ് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെട്രോ ആക്സസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ദുബായ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ എക്സ്ക്ലൂസിവിറ്റി വെറും 432 യൂണിറ്റ്സ് ആണ് ഈ 6th ടോളസ്റ്റ് ബിൽഡിംഗിൽ വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഹൈ റെന്റൽസും ഹൈ അപ്രീസിയേഷനും അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബുർജ് ഖലീഫയുടെ വ്യൂ വരെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് ആൻഡ് സൈസ് നോക്കാം. ഇപ്പൊ ബിസിനസ് ബേയിൽ ഒരു പെർ സ്ക്വയർ ഫീറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 2500 to 3000 ഒക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു 1 ബെഡ്റൂമിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എബോവ് 2 million, 2.2, 2.3 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്നാൽ ദയാറിന്റെ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു 1 ബെഡ്റൂം 764 to 913 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 1 ബെഡ്റൂമിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1.86 million ആണ്. അതായത് പെർ സ്ക്വയർ ഫീറ്റ് വരാണെങ്കിൽ 2000 ദിർഹംസ് ഇവിടെ ആകുന്നുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് 2 ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 1100 to 1367 സ്ക്വയർ ഫീറ്റ് ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 2.73 million ദിർഹംസ് ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്.
പോരാന്ന് സിഗ്നേച്ചർ കളക്ഷൻ ആയിട്ടുള്ള 3 ബെഡ്റൂം ഡുപ്ലെക്സ്, 2 ബെഡ്റൂം ഡുപ്ലെക്സ്, 3 ബെഡ്റൂം പെൻഡൗസ്, 4 ബെഡ്റൂം പെൻഡൗസ്, പിന്നെ റോയൽ പാലസ്. സോ ഇത്രയുമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. ബാക്കിയെല്ലാം അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി അത്യാവശ്യം ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ എന്റെ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇപ്പൊ ഫോക്കസ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇതിൽ 50-50 ആണ് പേയ്മെന്റ് പ്ലാൻ. അപ്പൊ 2 മില്യന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു 1 മില്യൺ മാത്രമാണ് ഈ 4 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ബാക്കി ഹാൻഡ് ഓവർ ടൈമിൽ നിങ്ങൾ 1 മില്യൺ ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ 1 മില്യൺ നമുക്ക് മോർഗേജിന് 20-30 വർഷമായിട്ട് ഇട്ട് നമുക്ക് തീർക്കാം. ഓക്കെ. പിന്നെ ബുക്കിംഗ് ആയിട്ട് വരുന്നത് 50,000 ദർഹംസ് ആണ്. ബുക്കിംഗ് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് 10% ആണ് ഇനിഷ്യലി കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു യൂണിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. 24th യൂണിറ്റ് അലൊക്കേഷൻ വരുന്നത്. താങ്ക് യു.